भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 867 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 25 അധ്യായത്തിൽ 26 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഉദ്ധവൻ ഭഗവാനിൽ നിന്നും ആത്മതത്വത്തെ വേണ്ട പോലെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ സത്വഗുണം, രജോഗുണം, തമോ ഗുണം ഇവയെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാത്വിക കാരകോസംഗീ രാഗാന്ധോ രാജസസ്മൃത താമസസ്മൃതി വിഭ്രഷ്ടോ നിർഗുണോ മദപാശ്രയ. സാത്വിക സത്വഗുണം കൊണ്ട് പ്രേരിപ്പിക്കപ്പെടുന്ന കാരക കർത്താവ് അല്ലെങ്കിൽ ഒരാൾ, അസംഗി സംഗരഹിതൻ, രാജസഹ രജോഗുണം ചെയ്തവനോ അല്ലെങ്കിൽ രജോഗുണത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവൻ, രാഗാന്ധ വിഷയാശ കൊണ്ട് കണ്ണു കാണാത്തവൻ, താമസഹ തമോ ഗുണപ്രേരിതൻ, സ്മൃതി വിഭ്രഷ്ട വിചാര ശൂന്യൻ, നിർഗുണ ഗുണാതീതനായിരിക്കുന്നവൻ, മദപാശ്രയ എന്നെ തന്നെ ആശ്രയിക്കുവൻ എന്ന് സ്മൃത പറയപ്പെട്ടിരിക്കുന്നു. സത്വാദി ഗുണങ്ങൾ കൊണ്ട് കർത്തൃത്വവും 4 തരത്തിൽ. ഓരോ ഗുണങ്ങളുടെ പ്രേരണ കൊണ്ട് ഓരോ തരത്തിലാവും അവരുടെ പ്രവർത്തികൾ, ഓരോ തരക്കാരായും മാറുന്നു. സത്വഗുണം പ്രേരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വധർമ്മത്തെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നവനായിട്ട് തീരും. വിഷയങ്ങളിലൊക്കെ അയാളുടെ ആഗ്രഹങ്ങൾ ഇല്ലാതെയായിട്ട് തീരും. അതേസമയം രജോഗുണം പ്രേരണ ചെലുത്തുന്ന ഒരുത്തന്, രജോഗുണ പ്രേരിതന് വിഷയങ്ങളിൽ ആശ വർദ്ധിക്കും. കർത്തവ്യാകർത്തവ്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ എങ്ങനെയെങ്കിലും താൻ ആഗ്രഹിക്കുന്ന വിഷയസുഖം നേടിയെടുക്കണമെന്ന് മാത്രമേ അയാൾക്ക് ചിന്തയുണ്ടാവുള്ളൂ. തമോ ഗുണപ്രേരിതനോ അയാൾ പൂർവാപരങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും, സ്മൃതി ഭ്രഷ്ടൻ ആയിത്തീരും. എന്നാൽ ഗുണാതീതനായവൻ, നിർഗുണനായിരിക്കുന്നവൻ
എപ്പോഴും മദപാശ്രയ എന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കും, നിരഹങ്കാരിയായിരിക്കും, നിർമ്മമനായിരിക്കും. സാത്വികാധ്യാത്മികീ ശ്രദ്ധ കർമ്മശ്രദ്ധാതു രാജസി താമസ്യധർമ്മേ യാ ശ്രദ്ധ മത്സേവായാം തു നിർഗുണ. ആധ്യാത്മികി വേദശാസ്ത്രം, വേദങ്ങളെക്കുറിച്ചൊക്കെയുള്ള ശ്രദ്ധ, ആദരവ്, അത് സാത്വികി സത്വഗുണ സംബന്ധമാണ്. അങ്ങനെയുള്ള ചിന്തകൾ. അതേപോലെ തന്നെ കർമ്മശ്രദ്ധ, യാഗാദി കർമ്മങ്ങളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അത് രാജസി രജോ ഗുണ സംബന്ധിയാണ്. അധർമ്മേ ശ്രദ്ധ, അധർമ്മത്തിലാണ് ശ്രദ്ധ എന്നുണ്ടെങ്കിൽ താമസി, അത് തമോ ഗുണപ്രധാനമാണ്. മത്സേവായാം തു, എൻ്റെ സേവയിലുള്ള ശ്രദ്ധ നിർഗുണാഹ, ഗുണാതീതം ആകുന്നു. ഗുണഭേദം കൊണ്ട് ശ്രദ്ധയും 4 തരത്തിൽ: താമസം, ശ്രദ്ധ, കർമ്മം. ഇങ്ങനെ എല്ലാത്തിലും ഗുണങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആ കഴിവ് ഉണ്ടാവും. അവരുടെ പ്രവൃത്തിയിൽ അത് കാണാൻ സാധിക്കുമെന്നാണ്. ആത്മസ്വരൂപത്തെ അറിയാനുള്ള ആഗ്രഹം, അങ്ങനെ വേദങ്ങൾ പഠിക്കുക, അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക, ഇതിലൊക്കെയാണ് താല്പര്യമെങ്കിൽ ഇത് സത്വഗുണത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. സത്വഗുണം അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തയുണ്ടാവുക. യാഗാദി കർമ്മങ്ങൾ ചെയ്ത് വിഷയസുഖങ്ങൾ അനുഭവിക്കണം, എന്തിനെ സ്വർഗപ്രാപ്തി പോലും വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ ശ്രദ്ധ രജസ്സിൻ്റെ അഭിവൃദ്ധിയെ കാണിക്കുന്നു. അധർമ്മത്തിലാണ് ശ്രദ്ധ എന്നുണ്ടെങ്കിൽ തമോ ഗുണാധിക്യമാണ് അയാളിൽ എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഭഗവാനിൽ ശ്രദ്ധ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ അവിടെ ആ ഗുണങ്ങളെ അതിക്രമിച്ചു വരുന്ന ശ്രദ്ധയാണ് നിർഗുണമായ ഒരു ഭാവത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരണു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറഞ്ഞു, പഥ്യം പൂതമനായാസ്തമാഹാര്യം സാത്വികം സ്മൃതം രാജസം ചേന്ദ്രിയ പ്രേഷ്ഠം താമസം ചാർത്തിദാശുചി. പഥ്യം പൂതം അനായസ്തം, ഹിതമായും ശുദ്ധമായും ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നതുമായ ആഹാര്യം, ഭക്ഷ്യം, പേയം എന്നിവയൊക്കെ സാത്വികം, അത് സത്വഗുണ സംബന്ധിയാണ്. സ്മൃതം, അങ്ങനെ സ്മരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ദ്രിയ പ്രേഷ്ഠം, പദാർത്ഥങ്ങളിൽ അഭിരുചി, രാജസമാണ്, രജോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. ആർത്തിദാശുചി, ദുഃഖത്തെ ഉണ്ടാക്കുന്നതും അശുദ്ധിയുള്ളതും അശുചിയായിരിക്കുന്നതുമാണ് താല്പര്യമെങ്കിൽ അത് താമസം, തമോ ഗുണത്തിൻ്റെ അഭിവൃദ്ധി കൊണ്ടുണ്ടാവുന്നതാണ്. സത്വഗുണം അധികരിക്കുമ്പോൾ ഏറ്റവും ഹിതമായും പരിശുദ്ധമായും അധികം ബുദ്ധിമുട്ടാതെ കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ തൃപ്തി വരും, സന്തോഷമുണ്ടാവും. രജോ ഗുണം അധികരിക്കുമ്പോഴോ അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൂടുതൽ അതിൽ താല്പര്യമാവും. അപ്പോൾ എരി, പുളി തുടങ്ങിയവയൊക്കെ താല്പര്യം ഉണ്ടാവും. ഇന്ദ്രിയങ്ങളെ ദുഃഖിപ്പിക്കുന്ന, ദുർഗന്ധം പുറപ്പെടുന്ന, മ്ലേച്ഛമായ അശുദ്ധമായിട്ടുള്ള വസ്തുക്കളിൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെ തമോ ഗുണം അധികരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗുണങ്ങളുടെ ഭേദം കൊണ്ട് കഴിക്കുന്ന ആഹാരത്തിലും വ്യത്യാസം ഉണ്ടാവുന്നു. 3 തരത്തിൽ അതിലുള്ള ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെടുന്നു. അതുകൊണ്ട് കഴിക്കുന്ന ആഹാരങ്ങളിലും വ്യത്യാസം വരുന്നു. സാത്വികം സുഖമാത്മോദ്ധം വിഷയോദ്ധം തു രാജസം താമസം മോഹദൈന്യോദ്ധം നിർഗുണം മദപാശ്രയം. ആത്മോദ്ധം, ആത്മാനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സുഖം, ആനന്ദം സാത്വികമാണ്. വിഷയോദ്ധം, വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്നത് രാജസമാണ്, രജോ ഗുണത്തിൻ്റെ ആ അഭിവൃദ്ധി കൊണ്ടാണ്. മോഹദൈന്യോദ്ധം, മോഹത്തിൽ നിന്നും ദൈന്യത്തിൽ നിന്നും ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് താമസമാണ്, തമോ ഗുണം കൊണ്ടാണ്. മദപാശ്രയം, എന്നെ ആശ്രയിച്ചുണ്ടാകുന്നത് നിർഗുണമാണ് എന്ന്, ഗുണാതീതമാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സുഖത്തിൽ താല്പര്യം സാത്വികന്മാർക്കുണ്ടാവും. എന്നാൽ രാജസികൾക്കോ ശബ്ദാദി വിഷയങ്ങൾ അനുഭവിച്ച് സുഖിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും. മദ്യപാനം കൊണ്ടും ഭാര്യാപുത്രാദികളെയൊക്കെ ലാളിക്കുക, അങ്ങനെയുള്ള സുഖത്തിലാണ് താല്പര്യമെങ്കിൽ അത് താമസന്മാരുടെ രീതിയാണ്. ഈശ്വരനായ ഭഗവാനെ ഭജിക്കുക, ആ സുഖം കിട്ടണം എന്ന ആഗ്രഹം വർദ്ധിച്ചാൽ അത് നിർഗുണമായ ഭാവമാണ് എന്ന് ഭഗവാൻ പറയുന്നു.
ഇങ്ങനെ ദ്രവ്യം, ദേശം, ഫലം, കാലോ, ജ്ഞാനം, കർമ്മ ച കാരകഃ, ശ്രദ്ധാവസ്ഥാകൃതിർനിഷ്ഠ, ത്രൈഗുണ്യ സർവ ഏവ ഹി. ഇങ്ങനെ ദ്രവ്യം പദാർത്ഥം, ദേശം സ്ഥലം, ഫലം അനുഭവം, കാലഹ സമയം, ജ്ഞാനം അറിവ്, കർമ്മ ച പ്രവൃത്തി, കാരകഃ പ്രവർത്തിക്കുന്നവൻ, ശ്രദ്ധ ആദരവ്, അവസ്ഥ സ്ഥിതിഭേദം, ആകൃതി സ്വരൂപം, നിഷ്ഠ ഇരിപ്പ്, സർവ ഏവ എല്ലാം ത്രൈഗുണ്യ 3 ഗുണങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. ഇവിടെ ഭഗവാൻ പറയുന്നു, പഥ്യമായും അപഥ്യമായും ശുദ്ധമായും അശുദ്ധമായും ഉള്ള പദാർത്ഥങ്ങൾ, കാട്, പട്ടണം തുടങ്ങിയ വാസസ്ഥാനങ്ങൾ, പലതരത്തിലുള്ള സുഖാനുഭവങ്ങൾ, ശാന്തി, ക്രോധം തുടങ്ങിയ ചിത്തവൃത്തികളുടെ ആധിക്യം, ആത്മജ്ഞാനം, വിഷയജ്ഞാനം, ഇങ്ങനെ പലതരത്തിലുള്ള അറിവുകൾ, ഫലകാംക്ഷയില്ലാതെ ഉണ്ടായിട്ടും ഉള്ള പ്രവൃത്തി, ഫലകാംക്ഷ ഉണ്ടായിട്ടും ഇല്ലാതെയുമുള്ള പ്രവൃത്തി, അങ്ങനെ പ്രവർത്തിക്കണമെന്ന സിദ്ധാന്തത്തിലും ആത്മശാസ്ത്രം, നീതിശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളിലും, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ അവസ്ഥകളിലും, ദേവനാകുക, മനുഷ്യനാവുക തുടങ്ങിയ സ്വരൂപ പ്രാപ്തിയിലും, സ്വർഗം, ഭൂലോകം തുടങ്ങിയ സ്ഥാനങ്ങളിലും ഓരോരുത്തർക്കും ആഗ്രഹം അധികരിച്ചു കാണുന്നതിനെന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ഭേദങ്ങൾക്കും കാരണം ഓരോ വ്യക്തികളിലുമുള്ള സത്വഗുണത്തിൻ്റെയും രജോഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ആധിക്യമാണ് എന്ന് ഭഗവാൻ ദാ അവിടെ സ്പഷ്ടമാക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധിക്യം പോലെ തന്നെ ന്യൂനതയും, കുറയുകയും കൂടുകയും ചെയ്യുന്ന ഗുണങ്ങളുടെ വ്യത്യാസം. സർവേ ഗുണമയാഭാവ പുരുഷാവ്യക്തധിഷ്ഠിത ദൃഷ്ടം ശ്രുതമനുധ്യാതം ബുദ്ധ്യാവ പുരുഷർഷഭ. ഹേ പുരുഷശ്രേഷ്ഠ, പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന ഉദ്ധവ, പുരുഷാവ്യക്തധിഷ്ഠിത പ്രകൃതി പുരുഷ സംബന്ധമുള്ള ദൃഷ്ടം കാണപ്പെട്ടതും, ശ്രുതം കേൾക്കപ്പെട്ടതും, ബുദ്ധ്യാ അനുധ്യാതം ബുദ്ധി കൊണ്ട് ധ്യാനിക്കപ്പെട്ടതുമായ സർവേ ഭാവ എല്ലാ പദാർത്ഥങ്ങളും ഹേ പുരുഷശ്രേഷ്ഠ ഗുണമയ ഗുണരൂപങ്ങൾ ആണ്. അപ്പം കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും ബുദ്ധി കൊണ്ട് സ്മരിക്കപ്പെടുന്നതുമായിട്ടുള്ള സകല പദാർത്ഥങ്ങളും പ്രകൃതി പുരുഷ സംബന്ധം കൊണ്ട് ഉണ്ടായവയാണ്, അതിൻ്റെ ഗുണസ്വരൂപങ്ങൾ മാത്രമാണ് എന്ന് ഉദ്ധവ മനസ്സിലാക്കൂ. ഏതാ സംസൃതയ പുംസോ ഗുണകർമ്മ നിബന്ധന യേനേമേ നിർജിത സൗമ്യ ഗുണാ ജീവേന ചിത്തജ. സൗമ്യ, ഹേ സൗമ്യ, ഗുണകർമ്മ നിബന്ധന ഗുണകർമ്മങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട പുംസഹ പുരുഷനുള്ള ഏതാ ഈ സംസൃതയ സംസാരങ്ങൾ, ചിത്തജാഹ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഇമേ ഗുണ ഈ ഗുണങ്ങൾ തന്നെ യേന ജീവനേന ഏതൊരു ജീവനാൽ നിർജിതാഹ ഏറ്റവും ജയിക്കപ്പെടുന്നുവോ. ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു, ഉദ്ധവ പലതരത്തിലുള്ള സുഖദുഃഖരൂപേണ പുരുഷനെ ബാധിക്കുന്ന ഈ സംസാരത്തിലെ പല കാര്യങ്ങളുണ്ടല്ലോ, അത് സത്വാദി ഗുണങ്ങളുടെ ആധിക്യം കൊണ്ടും ന്യൂനത കൊണ്ടും ഉണ്ടാകുന്ന കർമ്മങ്ങളുടെ ഫലമാണ്. ആ ഗുണങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ഏതാണ്? ഗുണങ്ങൾ എവിടെ നിന്നാണ് ജനിക്കുന്നത്? അത് മനസ്സിൽ നിന്നാണ്. ഏതൊരു ജീവന് മനസ്സിൽ നിന്നുണ്ടാകുന്ന മനോജന്യങ്ങളാകുന്ന ഗുണങ്ങളെ ജയിക്കാൻ ശക്തിയുണ്ടാകുന്നുവോ, ഭക്തിയോഗേന മന്നിഷ്ഠോ മദ്ഭാവായ പ്രപദ്യത്തെ തസ്മാൽ ദേഹമിമം ലബ്ധ്വാ ജ്ഞാന വിജ്ഞാന സംഭവം ഗുണസംഗം വിനിർധൂയ മാം ഭജന്തു വിചക്ഷണാഃ നിസ്സംഗോ മാം ഭജേദ്വിദ്വാൻ അപ്രമത്തോ ജിതേന്ദ്രിയഃ. ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ട് മന്നിഷ്ഠ എന്നിൽ ഇരിക്കുന്ന, എന്നിൽ നിഷ്ഠയോടുകൂടിയ അവൻ മദ്ഭാവായ ഞാനായിട്ട് ഭാവിക്കാനായി പ്രപദ്യത്തെ അതിന് യോഗ്യനായിട്ട് മാറുന്നു. തസ്മാൽ അതുകൊണ്ട് ജ്ഞാനവിജ്ഞാന സംഭവം അറിവും ആത്മസാക്ഷാത്കാരവും ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടാകുന്നതിനുള്ള സാധനങ്ങളായിരിക്കുന്ന ഇമം ഈ ദേഹം, ഈ ദേഹത്തെ കിട്ടിയിട്ട് ലബ്ധ്വ പ്രാപിച്ചിട്ട് വിചക്ഷണാഹ വിവേകമുള്ള ആളുകൾ
ഗുണസംഗം, ഗുണത്തോടുള്ള ബന്ധത്തെ വിനിർദ്ധൂയ, അകലേക്ക് കളഞ്ഞിട്ട് മാം ഭജന്തു, എന്നെ ഭജിക്കണം. വിദ്വാൻ, അറിവുള്ളവൻ, ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ കീഴടക്കി, നിസ്സംഗ, ചേർച്ച വിട്ട് സംഘമില്ലാതെയായി, അപ്രമത്ത, ആ പ്രമാദം കൂടാതെ, മാം ഭജേൽ, എന്നെ ഭജിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ എന്നെ ഭജിക്കുക എന്നുള്ള യോഗം, അത് എന്നിൽ നിന്ന് തെറ്റാത്തവനായതുകൊണ്ട് ഈ ദേഹം നശിച്ച ശേഷം ആ ജീവൻ ഞാനായിട്ട് ഭവിക്കാൻ യോഗ്യനാവണു എന്നാണ്. അങ്ങനെ അഭേദജ്ഞാനം കൊണ്ട് ആത്മസാക്ഷാത്കാരത്തെയും അതിന് കാരണമായിരിക്കുന്ന വേദാന്താദി ശാസ്ത്രജ്ഞാനങ്ങളെയും അതിൻ്റെ സാരമായിരിക്കുന്ന മഹാവാക്യ ശ്രവണ മനനാദികളുടെ ഫലമായ വിശുദ്ധമായ ഐക്യത്തെയും സമ്പാദിക്കാൻ ഏറ്റവും ഉചിതമായ സമുചിതമായ സ്ഥാനം ആണ് ഈ മനുഷ്യദേഹം. ഈ മനുഷ്യദേഹം കിട്ടിക്കഴിഞ്ഞാൽ, സിദ്ധിച്ചാൽ, ത്രിഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന സംസാര കാര്യങ്ങളിലുള്ള സംഘത്തെ, അതുകൊണ്ടുണ്ടാകുന്ന ജന്മമരണ ദുഃഖപ്രാപ്തി രൂപമായ ബന്ധത്തെ ഒക്കെ ദൂരേക്ക് അറുത്തു കളയണം. വിവേകസമ്പന്നനായി എന്നെ ഭജിക്കണം. അതിനാണ് ഈ മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അല്ലാതെ ഈ തരത്തിൽ ആഹാര നിദ്ര മൈഥുനങ്ങൾ, ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം എന്നിങ്ങനെയുള്ള ആ 4 കാര്യത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളത്. ഈ ചതുഷ്ടയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ചിത്തത്തിൽ ആ ചിന്മയസ്വരൂപനായ ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ ചേർത്ത് വയ്ക്കാനാണ് ഈ മനുഷ്യജന്മം എന്ന് ഭഗവാൻ ഉദ്ധവനോട് ഇതാ വ്യക്തമായിട്ട് അവിടെ അറിയിക്കുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഉദ്ധവ പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന കൈവല്യപ്രാപ്തിക്ക് അർഹനായിരിക്കുന്നവൻ. അവരല്ലേ? അതുകൊണ്ട് വിദ്വാൻമാര് ഇന്ദ്രിയങ്ങളുടെ കീഴിലിരിക്കാതെ അവയെ എതിർത്ത് ജയിച്ച് തുച്ഛമായ വിഷയങ്ങളിൽ ചേർച്ചയില്ലാതെ സദാസേവ്യ സദാസേവ്യ, എപ്പോഴും എന്നെ ഭജിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടത് ഉദ്ധവ. രജസ്തമാശ്ചാഭിജയേൽ സത്വസംസേവയാ മുനി, സത്വം ചാഭിജയേൽ യുക്തോ നൈരപേക്ഷ്യേണ ശാന്തധീർ. സത്വസംസേവയ, സത്വത്തെ നന്നായി സേവിക്കുന്നത് കൊണ്ട് ഒരു മുനി രജസ്സിനെയും തമസ്സിനെയും, രജഹ തമഹ ച അഭിജയേൽ, അതിനെ മുഴുവനായിട്ട് ജയിക്കണം. എന്നിട്ടോ നൈരപേക്ഷേണ, നിരപേക്ഷ രൂപ ശുദ്ധ സത്വം കൊണ്ട്, ശാന്തധി, ശാന്തമായ ധി, ശാന്തമായ ബുദ്ധി കൊണ്ട്, യുക്ത, മനസ്സിനെ അടക്കി, സത്വം ച അഭിജയൽ, ആ സത്വത്തെയും ജയിക്കണം എന്നാണ്. അപ്പോൾ ഗുണജയം കൈവല്യപ്രാപ്തിക്ക് കാരണമാണ്. ആദ്യം രജസ്സിനെയും തമസ്സിനെയും ജയിക്കണം, അതിന് സത്വഗുണം വർദ്ധിപ്പിക്കണം എന്നാണ്. പദാർത്ഥ സാരങ്ങളിൽ നിന്നാണ് ഗുണങ്ങൾ വർദ്ധിക്കുക. അപ്പം സത്വഗുണം വർദ്ധിക്കാൻ പാകത്തിനുള്ള ശുദ്ധ പദാർത്ഥങ്ങൾ ആഹാരമായിട്ട് സ്വീകരിക്കണം. സത്വഗുണമുള്ള സ്ഥലങ്ങളിൽ താമസിക്കണം. സാത്വികന്മാരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം വേണം. ഇപ്പോൾ പാല്, നെയ്യ്, പഴം ഇതൊക്കെ പൊതുവിൽ സത്വഗുണപ്രധാനമാണ്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ എന്താവും? ഈശ്വരഭക്തി വർദ്ധിക്കും. അങ്ങനെ ഒന്നിനെയും അപേക്ഷിക്കാത്തതായ ശുദ്ധ സത്വത്തിൽ എത്തുമ്പോൾ സത്വഗുണത്തെയും ജയിക്കണം. അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങൾ മുഴുവൻ അവസാനിക്കും. ഒരു ഉദാഹരണം പറയുകയാണ്. വലിയൊരു കാട്ടിൽ തീ മരങ്ങളെയൊക്കെ ദഹിപ്പിച്ചു കഴിഞ്ഞ ഒരവസ്ഥ. അങ്ങനെ ബുദ്ധിവൃത്തിയോടുകൂടിയ മുനി ഗുണങ്ങളെ മുഴുവൻ ജയിച്ചവനായി മാറുന്നു. സമ്പദ്യത്തെ ഗുണൈർമുക്തോ ജീവോ ജീവം വിഹായമാം, ജീവോ ജീവവിനിർമുക്തോ ഗുണൈശ്ചാശയസംഭവൈ മയ്യൈവ ബ്രഹ്മണാ പൂർണ്ണോ ന ബഹിർനാന്തരശ്ചരേൽ. ആശയസംഭവൈ, മനസ്സിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളായ ഗുണൈഹി, സത്വാദികളാൽ, ഗുണൈ ഗുണൈ എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞു. മുക്തഃ, മോചിപ്പിക്കപ്പെട്ട്,
ജീവവിനിർമുക്ത, സൂക്ഷ്മ ശരീരത്തിൽ നിന്നും കടന്നിരിക്കുന്ന ആ ജീവൻ ജീവം വിഹായ, ആ സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിച്ചിട്ട് മാം സമ്പദ്യത്തെ, എന്നെ പ്രാപിക്കുന്നു. ബ്രഹ്മണ മയാ ഏവ, ബ്രഹ്മമായിരിക്കുന്ന എന്നാൽ തന്നെ പൂർണ്ണ, പരിപൂർണനായിരിക്കുന്ന ജീവൻ ബഹി ആന്തരഹ നചരൽ, പുറത്തും ഉള്ളിലും സഞ്ചരിക്കരുത് എന്നാണ്. അപ്പം മനോജന്യങ്ങളായിരിക്കുന്ന സത്വാദി ഗുണങ്ങൾ അതൊന്ന് തീരെ വിടുമ്പോൾ ജീവൻ്റെ ഉപാധിയായിരിക്കുന്ന സൂക്ഷ്മ ശരീരം നശിക്കും. അങ്ങനെ ജനന മരണത്തിന് അവകാശമില്ലാത്തത് കൊണ്ട് ഭഗവാനെ പോലെ തന്നെ, അല്ലെങ്കിൽ ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന എന്നോട് ചേർന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഞാനായി തന്നെ മാറി പരിപൂർണനായി മാറുന്നു. അങ്ങനെ എങ്ങും നിറഞ്ഞ പരിപൂർണമായ വസ്തു ഒന്നേയുള്ളൂ, ഒന്നിലധികമില്ല. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വസ്തു ഭഗവാൻ മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിമേലിൽ ഈ ജീവന് പിന്നെ വിഷയങ്ങൾ സമ്പാദിക്കാനോ ചിന്തിക്കാനോ ഒരു തരത്തിലുള്ള സഞ്ചാരങ്ങളും ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥയാണ് മുക്തി, മോക്ഷം, കൈവല്യം എന്നൊക്കെ പറയുന്നത്. ഈ നിലയിൽ എത്തിയിരിക്കുന്നവർക്ക് ആ പ്രത്യേക ഭിന്നമാണ് പരമാത്മാവ്. ഇപ്പം ഈ ദേഹമുള്ളപ്പോഴും അനുഭവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ജീവൻ മുക്തൻ എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന എൻ്റെ ഭക്തൻ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നവനാണ്, അവൻ ഒരിടത്തും സഞ്ചരിക്കരുത് എന്ന് ഭഗവാൻ ഗുണവൃത്തി നിരൂപണം എന്ന 25-ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇനി 26-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ 26-ാമത്തെ അധ്യായം പുരൂരവസിൻ്റെ കഥ പറയുകയാണ്. ദുഷ്ടസംസർഗം കൊണ്ട് യോഗത്തിന് മുടക്കം വരും, നല്ലവരോട് ചേർന്നാൽ ഭക്തിയുടെ തലത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ദുഷ്ടന്മാരുമായിട്ട് ചർച്ച ചെയ്താൽ ഈ യോഗിയും ഭോഗിയായിത്തീരും. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും വിട്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് കാണിക്കുന്ന ആ രംഗം, അതാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഹരേ നമ. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ
മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ.
അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.